ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 11 എന്നൊരു കിഡിലൻ ത്രില്ലർ മൂവിയാണ്. നഗരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുന്ന കുറെ ബോഡികളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും. ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് നടക്കും. അപ്പൊ നമുക്ക് ഒട്ടും താമസിച്ച മൂവിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അർദ്ധരാത്രിയിൽ ഒരാൾ ഒരു പുരുഷന്റെ മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതാണ്. പിറ്റേന്ന് രാവിലെ ആ ഒരു ബോഡി പോലീസുകാർ കണ്ടെടുക്കുകയും പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതായിട്ട് വാർത്തകൾ വരികയും ചെയ്യുന്നു. അതേസമയം തന്നെ നഗരത്തിലെ ഒരു ഫിനാൻസ് കമ്പനിയിലേക്ക് കുറച്ച് കൊള്ളക്കാർ അതിക്രമിച്ചു കടക്കുകയും അവിടെയുള്ള പണവും ആഭരണങ്ങളും എല്ലാം തന്നെ മോഷ്ടിക്കുന്നു. അവരെ തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റിയും അതിലൊരാൾ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം പണവും സ്വർണവുമായിട്ട് അവരവിടെ നിന്നും മുങ്ങി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനായ അരവിന്ദനെയായിരുന്നു. IAS കിട്ടിയിട്ടും IPS മതിയെന്ന് പറഞ്ഞിട്ട് അവൻ പോലീസിൽ ജോയിൻ ചെയ്തതാണ്. ഈ ബാങ്ക് കൊള്ള അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ നായകനാണ്. ആ കൊള്ളക്കാരുടെ സങ്കേതത്തിലേക്ക് കറക്റ്റ് ആയിട്ട് നായകൻ എത്തുന്നു. പോലീസുകാർ തങ്ങളെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നതായിരുന്നു അവരുടെ ഡൗട്ട്. അപ്പോൾ അരവിന്ദ് പറയുന്നുണ്ട്, കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ പലയിടങ്ങളിലും കൊള്ളയടിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നും കുറച്ചധികം ദൂരെയുള്ള ഫിനാൻസ് കമ്പനികളായിരുന്നു ഇവർ ലക്ഷ്യമിട്ടുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് ഇവർ കൊള്ളയടിക്കാൻ ചാൻസ് ഉള്ള ഫിനാൻസ് കമ്പനികളൊക്കെ ലക്ഷ്യമിട്ടിട്ട് ഈ പോലീസുകാർ ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് അവിടെയുള്ള ഗോൾഡിലും മറ്റും ചില ട്രാക്കേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് ഈ കൊള്ളക്കാര് അവിടെ നിന്ന് ഗോൾഡും കൊള്ളയടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ട്രാക്കേഴ്സ് ഉപയോഗിച്ച് പോലീസുകാർ ഇവരെ ഫോളോ ചെയ്തു പോയതാണ്. അങ്ങനെയാണ് അരവിന്ദ് ഇവിടെ എത്തിയത്. അയാൾ ഇവരെ എല്ലാവരും തന്നെ കൈയോടെ പിടിക്കുകയും തന്റെ ടീമിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ആ കേസ് സോൾവ് ചെയ്തതിൽ കമ്മീഷണർ അവനെ ഒരുപാട് അഭിനന്ദിക്കുന്നു. മാത്രമല്ല അടുത്തതായിട്ട് നിനക്ക് നാർക്കോട്ടിക് ടീമിലേക്കാണ് പോകേണ്ടതെന്നും പറയുന്നു. അങ്ങനെ അരവിന്ദ് നാർക്കോട്ടിക് ടീമിലേക്ക് പോയി. അതേസമയം രഞ്ജിത്ത് എന്ന് പറയുന്ന മറ്റൊരു പോലീസുകാരൻ ഈ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യുന്നു. ആ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെ കേസ് അന്വേഷിക്കുന്നത് ഇനി മുതൽ രഞ്ജിത്ത് ആയിരുന്നു. ഒരു സൈഡിൽ അരവിന്ദ് ഡ്രഗ്സ് കേസുകൾ അന്വേഷിക്കുമ്പോൾ രഞ്ജിത്ത് ഈ മൃതദേഹങ്ങളെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നതല്ലാതെ രഞ്ജിത്തിനെ സംബന്ധിച്ച കേസ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. നഗരത്തിൽ പലയിടത്തു നിന്നും വീണ്ടും ഇതുപോലെ ബോഡികൾ കണ്ടെത്താൻ തുടങ്ങി. ബോഡികളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നത് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് ഷൂട്ട് ചെയ്ത ശേഷം പിന്നീടാണ് ഈ മൃതദേഹങ്ങൾ കത്തിച്ചിരിക്കുന്നതെന്നാണ്. ആ ബോഡിയിൽ ഒരു തരത്തിലുള്ള സ്ട്രഗിളിംഗിന്റെയും പാടുകളില്ല. കൊലയാളിയിലേക്ക് നയിക്കുന്ന ഒരു ചെറിയ ക്ലൂ പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അരവിന്ദ് ആകട്ടെ ഡ്രഗ് ഡീലേഴ്സിനെ ഫോളോ ചെയ്തു പോയി ഒരു കഫേയിലിരുന്നിട്ട് അവര് ഡ്രഗ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെല്ലാം തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഡീലറെ ഫോളോ ചെയ്തു പോയി അവരുടെ താവളത്തിലെത്തുകയും അവരെ കൈയോടെ പിടികൂടുകയും ചെയ്യുന്നു. അവർ കടത്തിക്കൊണ്ടിരുന്ന ഡ്രഗ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ അരവിന്ദിന് കിട്ടുന്നുണ്ട്. അതൊരു 4-5 ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമായിരുന്നു. അത്രയധികം വീര്യം കൂടിയ ഡ്രഗ്സ് ആയിരുന്നു അത്. നമ്മുടെ രഞ്ജിത്ത് ആകട്ടെ കേസ് എത്ര സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ബോഡികളുടെ എണ്ണം കൂടുന്നതല്ലാതെ കേസ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. സീനിയറിൽ നിന്നും അയാൾക്ക് ഒരുപാട് വഴക്കം കേൾക്കാൻ തുടങ്ങി. ഊണും ഉറക്കവുമില്ലാതെ ഇതിന്റെ പിറകെ തന്നെയായിരുന്നു രഞ്ജിത്ത്. അതേസമയം നാർക്കോട്ടിക്സിൽ നിന്നുകൊണ്ട് അരവിന്ദ് തന്നെ ഏൽപ്പിച്ച കേസുകളെല്ലാം സോൾവ് ചെയ്യുകയും ചെയ്തു. അതിന്റെ പേരിൽ അരവിന്ദിന് കമ്മീഷണറിന്റെ അടുത്ത് നിന്നും വീണ്ടും അഭിനന്ദനങ്ങൾ കിട്ടുന്നു. ഇവിടെ രഞ്ജിത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് ഏകദേശം 6 ബോഡികൾ കിട്ടിയിട്ടുണ്ട്. കേസ് സോൾവ് ചെയ്യാൻ പറ്റാതെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന രഞ്ജിത്തിന് അന്ന് രാത്രി ഒരു കോള് വരുന്നു. ആ കോള് കിട്ടിയ ഉടനെ അയാൾ എങ്ങോട്ടേക്കോ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. വിജനമായ വഴിയിലൂടെ പോകുന്ന വഴിക്ക് അയാളുടെ ശ്രദ്ധ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് പാളുന്നതായിട്ടും പിന്നീട് ആ വണ്ടിയാകട്ടെ ഫ്രണ്ടിലിട്ടിരുന്ന മണൽ നിറച്ച ചാക്കുകളിൽ തട്ടി ആക്സിഡന്റ് ആകുന്നതായിട്ടും കാണിക്കുകയാണ്. പിറ്റേന്ന് ചാനലുകളിലെല്ലാം തന്നെ രഞ്ജിത്തിന്റെ ആക്സിഡന്റിനെ പറ്റിയുള്ള ന്യൂസുകളായിരുന്നു. അയാൾ സീരിയസ് ആയിട്ട് ഇപ്പോഴും കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. രഞ്ജിത്ത് ഹോസ്പിറ്റലായ സ്ഥിതിക്ക് ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷണർ ഏൽപ്പിക്കുന്നത് അരവിന്ദിനെയായിരുന്നു. രഞ്ജിത്തിന് ഇതിനെപ്പറ്റി ഒരു തുമ്പം കണ്ടെത്താൻ സാധിച്ചില്ല. അരവിന്ദിനെ കൊണ്ട് സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അരവിന്ദിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹർ എന്ന് പറയുന്ന ഒരു SI കൂടി അയാളുടെ ടീമിലേക്ക് ഇടുന്നുണ്ട്. അന്വേഷണം ആരംഭിച്ച അരവിന്ദ് ആകട്ടെ 6 ബോഡികളും കിട്ടിയ സ്പോട്ടിലേക്ക് പോയി പരിശോധിക്കുന്നു. രഞ്ജിത്തിനെ പോലെ എഫിഷ്യന്റ് ആയിട്ടൊരു പോലീസുകാരനെ കൊണ്ട് ഈ കേസ് എന്തുകൊണ്ടാണ് തെളിയിക്കാൻ പറ്റാഞ്ഞതെന്ന് അരവിന്ദിന് മനസ്സിലായി. കാരണം ഫിംഗർ പ്രിന്റ്സ് ഇല്ല, CCTV ഫൂട്ടേജസ് ഇല്ല. മാത്രമല്ല സിറ്റിയിൽ നിന്നും കുറച്ചധികം ദൂരം മാറിയിട്ടാണ് ഈ ബോഡികളെല്ലാം ഡംപ് ചെയ്തിരിക്കുന്നത്. മനോഹർ പറയുന്നുണ്ട്, എല്ലാ കൊലപാതകങ്ങളും ഒരേ പാറ്റേണിലാണ് നടന്നിരിക്കുന്നത്. അവനൊരു സൈക്കോ ആകാനാണ് ചാൻസ് എന്ന്. ബോഡികളെല്ലാം കത്തിച്ചു കളഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വിക്ടിംസ് ആരാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മരിച്ചവരാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിലൂടെ കൊലയാളിയിലേക്കും എത്താം. ഇവിടെ നടന്ന മിസ്സിംഗ് കേസുകളുമായിട്ട് ഈ ഒരു ബോഡി മാച്ച് ചെയ്ത് നോക്കിയെങ്കിലും അതൊന്നും തന്നെ മിസ്സിംഗ് കേസിൽ പെട്ടതായിരുന്നില്ല. പിന്നെ എങ്ങനെ ഈ ബോഡിയുടെ ഐഡന്റിറ്റി കണ്ടെത്തുമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. ഈ മരിച്ചുപോയ എല്ലാവരും ഏകദേശം സെയിം ഏജ് ആണ്, ഏകദേശം 30 വയസ്സ്. അങ്ങനെ കേസിനെ പറ്റി സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് മനോഹറിന്റെ വീട്ടിൽ നിന്നും കോള് വരുന്നു. മനോഹറിന്റെ ഭാര്യ നേരത്തെ തന്നെ മരിച്ചതായിരുന്നു. അയാൾക്കൊരു മകനുണ്ട്. മകനെ നോക്കുന്നത് സർവന്റ് ആണ്. അവൻ ആഹാരം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നപ്പോൾ അയാൾ നേരെ വീട്ടിലേക്ക് വണ്ടി വിടുന്നു. തന്റെ മകനാണ് തന്റെ ലോകമെന്ന് മനോഹർ അരവിന്ദനോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ അരവിന്ദന്റെ വണ്ടിയാകട്ടെ ഒരിടത്ത് വെച്ച് കേടാകുന്നു. അയാൾ വഴിയിൽ കണ്ട ഒരു കാറിന് ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. എന്നാൽ കാർ നിർത്തിയത് ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി അരവിന്ദനെ കണ്ടതും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ പറയുന്നു. ആ പെൺകുട്ടിക്ക് അരവിന്ദനെയും അരവിന്ദന് അവളെയും നേരത്തെ തന്നെ അറിയാം. ഇനി ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പേര് സഞ്ജന എന്നാണ്. അവൾ ഒരു ദിവസം ഒരു കഫേയിൽ നിൽക്കുകയായിരുന്നു. അവളുടെ അമ്മ പറഞ്ഞിട്ട് ഒരു പയ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത്. അവൾക്ക് കല്യാണത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നില്ല. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഈ പയ്യനെ കാണാൻ വന്നത്. ഗ്രേ ഷർട്ടാണ് അവൻ ഇട്ടിരിക്കുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. അവൾ അങ്ങനെ നോക്കി ചെല്ലുമ്പോൾ നമ്മുടെ അരവിന്ദാണ് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. തന്റെ അമ്മ പറഞ്ഞ പയ്യൻ ഇതാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ അവിടെ ഇരുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. ആദ്യ നോട്ടത്തിൽ തന്നെ അവൾക്ക് അരവിന്ദനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ സംസാരിക്കാൻ ആരംഭിച്ചപ്പോഴാണ് മനസ്സിലായത് താൻ ഉദ്ദേശിച്ചു വന്ന പയ്യൻ ഇതല്ല എന്ന്. എന്നാൽ പോലും എനിക്ക് നിങ്ങളെ കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇവൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയുന്നു. ഇത് വല്ല പ്രാങ്കുവാണോ എന്നാണ് അരവിന്ദ് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല, എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞതാണെന്ന് അവൾ പറയുന്നു. ആ നിമിഷം തന്നെ അരവിന്ദന്റെ നേരെ ഒരു അറ്റാക്ക് വരികയാണ്. അയാൾ ആ സമയത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കേസിലെ പ്രതികളായിരുന്നു അയാളെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. അരവിന്ദ് അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഞ്ജനയ്ക്ക് മനസ്സിലായത് അയാൾ ഒരു പോലീസ് ഓഫീസറാണെന്ന്. എന്നിട്ടു പോലും അവൾക്ക് അരവിന്ദനോടുള്ള ഇഷ്ടത്തിലൊരു കുറവും വന്നില്ല. അവൾ നിരന്തരം അരവിന്ദനെ ഫോളോ ചെയ്യാനും വീണ്ടും വിവാഹാഭ്യർത്ഥന നടത്താനും ശ്രമിച്ചു. എന്നാൽ അരവിന്ദ് ആകട്ടെ അവളെ ഇഗ്നോർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സഞ്ജനയാകട്ടെ അരവിന്ദനെ തന്നെ സ്വന്തമാക്കണമെന്ന് സ്വപ്നം കണ്ട് കഴിയുകയും ചെയ്യുന്നു. അവൻ പോകുന്നിടത്തെല്ലാം തന്നെ അവൾ അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അവന്റെ കോണ്ടാക്ട് നമ്പർ എടുത്ത് അവനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ അവൻ അവളുടെ കോള് കട്ട് ചെയ്തു. അങ്ങനെ ഫ്ലാഷ് ബാക്ക് തീർന്ന് പ്രസന്റിലേക്ക് വരുന്നു. നിങ്ങൾ വണ്ടി കയറിയില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പോകത്തുമില്ല, വേറൊരു വണ്ടിയിൽ നിങ്ങളെ കയറാൻ അനുവദിക്കുമില്ല എന്ന് അവൾ പറയുന്നു. അവസാനം അവളുടെ നിർബന്ധം കാരണം അവളുടെ വണ്ടിയിൽ തന്നെ അരവിന്ദ് കയറി. പിന്നീട് കാണിക്കുന്നത് അരവിന്ദ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രഞ്ജിത്തിനെ കാണാൻ ചെല്ലുന്നതായിരുന്നു. അയാൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫയലോ ഡയറിയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് അയാളുടെ വൈഫിനോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് അയാളുടെ വൈഫ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് അരവിന്ദ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഴയുള്ള രാത്രിയിൽ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ അടുത്തേക്ക് ഒരു ബ്ലാക്ക് കാർ വരികയും അതിനുള്ളിൽ നിന്നും കൊലയാളി മുഖംമൂടി ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഈ കില്ലർ ആ വ്യക്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ കില്ലറിന്റെ മുഖം കണ്ട് ആ വ്യക്തി പേടിക്കുകയും കില്ലർ ഇങ്ങനെ കൈ നീട്ടുകയും ചെയ്യുന്നു. പിന്നീട് അയാളെയും കൊണ്ട് ആ കാറിൽ ആ കില്ലർ പോയി. പിറ്റേന്ന് കത്തിക്കറിഞ്ഞ നിലയിൽ അയാളുടെ ബോഡിയാണ് കാണുന്നത്. അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അരവിന്ദും മനോഹരം വരുന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാളെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് അവർക്കൊരു ചെറിയ തുമ്പ് കിട്ടുന്നു. ഈ മരിച്ചുപോയ വ്യക്തിയുടെ കാലില് സർജറി ചെയ്തിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലേറ്റിൽ നിന്നും അതെന്ന് മാനുഫാക്ചർ ചെയ്തതാണെന്നും ഏത് കമ്പനിയാണ് ഉണ്ടാക്കിയതെന്നും എല്ലാം തന്നെ അവർക്ക് മനസ്സിലാകുന്നു. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു പ്ലേറ്റ് വിപണിയിൽ ഇറങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആംഗിൾ സർജറി നടത്തി ഇത് വെച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം തന്നെ അവരെടുക്കുന്നു. ഏകദേശം 40 പേരുണ്ടായിരുന്നു. അതിൽ ലേഡീസിനെ ഒഴിവാക്കുന്നുണ്ട്, ഏജ് കൂടുതലും ഏജ് കുറവുള്ള ആൾക്കാരെ എല്ലാം തന്നെ ഒഴിവാക്കുന്നുണ്ട്. ഈ മരിച്ചുപോയ വ്യക്തിയുടെ ഏജുമായിട്ട് മാച്ചായി വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുന്നു. അത് ഏകദേശം 7 പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്ലേറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്ത് അവിടെയുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മനോഹർ ഇറങ്ങിപ്പോകുന്നത് അരവിന്ദ് കാണുന്നു. മനോഹർ എന്തിനായിരിക്കാം കാർഡിയക് സർജനെ കണ്ടതെന്ന ഡൗട്ട് തോന്നിയിട്ട് അരവിന്ദ് ആകട്ടെ ആ ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നു. ആ ഡോക്ടറിൽ നിന്നും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അരവിന്ദ് അറിയുന്നത്. മനോഹറിന് വലിയൊരു ഹാർട്ട് ഡിസീസ് ഉണ്ട്. അയാൾക്ക് എത്രയും പെട്ടെന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയരുതെന്ന് മനോഹർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അരവിന്ദും അത് അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല. പിന്നീട് അങ്ങോട്ട് ആ ആംഗിൾ സർജറി നടത്തിയ 7 പേരെ അന്വേഷിച്ച് ഇവർ പോവുകയാണ്. ആ 7 പേരിൽ ഒരാളായിരിക്കാം ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവുക. അവരങ്ങനെ ഓരോരുത്തരെയായിട്ട് തേടി പോകുമ്പോൾ അവരെല്ലാം തന്നെ അവരവരുടെ വീട്ടിലുണ്ടായിരുന്നു. അവർ ആംഗിൾ സർജറി ചെയ്തതിന്റെ പാടുകൾ ഇവരെ കാണിക്കുന്നു. അങ്ങനെ അവസാനം 6 പേരെയും ഇവർ നേരിട്ട് കണ്ടുമുട്ടുന്നു. ഇനി 7ാമത്തെ ആളുടെ വീടിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. തങ്ങൾ അന്വേഷിച്ചു ചെല്ലുന്ന ഈ 7ാമത്തെ വ്യക്തി ഈ വീട്ടിലില്ല, അയാൾ മിസ്സിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ തന്നെയായിരിക്കും അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ 7ാമത്തെ വ്യക്തി വീടിന്റെ വാതിൽ തുറക്കുന്നു. അയാളുടെ പേര് സുധാകർ എന്നായിരുന്നു. അയാളോട് അയാളുടെ സർജറി ചെയ്ത പാട് ചോദിക്കുമ്പോൾ അയാൾ റൈറ്റ് ലെഗിലെ സർജറി ചെയ്ത പാട് കാണിച്ചു കൊടുക്കുന്നു. അയാളുടെ അച്ഛനാകട്ടെ അവിടെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അരവിന്ദനെയും കൂട്ടരെയും കണ്ടപ്പോൾ അയാൾ വല്ലാതെ പാനിക്കായിട്ട് എന്തോ സംസാരിക്കുന്ന പോലൊക്കെ കാണിക്കുന്നു. എന്നാൽ അച്ഛൻ ഇങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ ശ്രമിക്കുമെന്ന് സുധാകർ പറയുന്നു. അരവിന്ദും മനോഹർ അവിടെ എത്തിയപ്പോൾ മുതൽ സുധാകർ വല്ലാത്തൊരു പരിഭ്രമത്തിലായിരുന്നു. അരവിന്ദ് കുറച്ച് വെള്ളം ചോദിച്ചതും സുധാകർ അകത്തേക്ക് പോയി. അവിടെ ഇരുന്ന ഫോട്ടോസും ബുക്സും ഒക്കെ ഇയാൾ പരിശോധിക്കാൻ തുടങ്ങിയതോടുകൂടി സുധാകർ പെട്ടെന്ന് വെള്ളവും എടുത്തുകൊണ്ട് അരവിന്ദിന്റെ അടുത്തേക്ക് വരുന്നു. അന്വേഷിച്ചു വന്ന 7 പേരും ജീവനോടെയുണ്ട്. അപ്പോൾ മരിച്ചത് ആരായിരിക്കുമെന്ന് ഇവർക്ക് ഒരു രീതിയിലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഡൗട്ട് അടിച്ചു നിൽക്കുന്ന സമയത്ത് സഞ്ജനയുടെ കോള് അരവിന്ദിന് വരുന്നുണ്ട്. അവൾ കുറച്ച് ടെൻഷനോട് കൂടി പറയുന്നുണ്ട്, നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ കഫേയിലേക്ക് ഒന്ന് വരുമോ, ഇവിടെ കുറച്ച് പ്രശ്നമുണ്ടെന്ന്. അരവിന്ദ് പെട്ടെന്ന് അവിടേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവനെ കാണാനും സംസാരിക്കാനും വേണ്ടി മാത്രമായിരുന്നു അവൾ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. അവൾ അരവിന്ദിനോട് പറയുന്നുണ്ട് അവൾ അയാളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഒരുപാട് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും. എന്നിട്ടൊരു റിങ്ങൊക്കെ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ അരവിന്ദ് അത് റിജക്ട് ചെയ്യുകയാണ്. എന്റെ പിറകെ നടക്കാതെ മര്യാദയ്ക്ക് വീട്ടുകാർ കാണിച്ചു തരുന്ന ആളെ വിവാഹം കഴിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നുണ്ട് താനിങ്ങനെ പിറകെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ചീപ്പായിട്ട് കാണിക്കൊന്നും വേണ്ട, ഇതെന്റെ മനസ്സിന്റെ പ്രശ്നമാണ്, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന നേരത്ത് അവൾ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് എന്റെ സ്നേഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും, അതുവരെ എന്തായാലും ഞാൻ കാത്തിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ഒരു ബോഡി കണ്ടെത്തുന്നതാണ്. ആ ബോഡി കണ്ടെത്തിയ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സ്റ്റേഷനിൽ ഏതെങ്കിലും മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട് തലേന്നൊരു പിച്ചക്കാരൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന്.
എന്ന്. ഒരു പെൺകുട്ടി ഒരാൾ വന്ന് അടിച്ചു, വണ്ടിയിൽ കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെയായിരുന്നു അയാൾ പറഞ്ഞത്. പിച്ചുമ്പയും പറയുകയാണെന്ന് കരുതിയിട്ട് അയാളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അരവിന്ദ് പിച്ചക്കാരനെ പോയി കണ്ട് സംസാരിക്കുമ്പോഴാണ് അയാൾ നടന്ന കാര്യങ്ങൾ പറയുന്നത്. അന്ന് രാത്രിയാകട്ടെ ഒരു പെൺകുട്ടി ബസ്സിൽ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് മുഖംമൂടി ധരിച്ച ഒരാൾ വരികയും ആ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഷോക്ക് ഏൽപ്പിക്കുന്ന ഒരു യന്ത്രം വെക്കുകയും അങ്ങനെ ഷോക്ക് ഏൽപ്പിച്ച് ആ പെൺകുട്ടിയെ ബോധം കെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു. ആ പിച്ചക്കാരനോട് ആ പെൺകുട്ടി ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ട്, അവൾ സാധാരണ സ്കൂട്ടറിലാണ് വരുന്നതെന്ന്. എന്നാൽ സാധാരണ സ്കൂട്ടറിൽ വരുന്ന പെൺകുട്ടി ഇത്തവണ ബസ്സിൽ വരികയും ആ കില്ലർ ആ പെൺകുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടെന്ന് അരവിന്ദിന് തോന്നുന്നു. ആ ഏരിയയിൽ ഒരു CCTV ക്യാമറയും ഇല്ല. ഉണ്ടായിരുന്ന 2 എണ്ണവും ആരോ പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ്. സ്കൂട്ടിയിൽ വന്നുകൊണ്ടിരുന്ന അവൾ ബസ്സിൽ വരണമെങ്കിൽ സ്കൂട്ടി എന്തെങ്കിലും കാരണവശാൽ ചീത്തയായിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള മെക്കാനിക് ഷോപ്പിലൊക്കെ പോയി ഇവർ അന്വേഷിക്കുന്നു. ഒരിടത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് 2 ദിവസം മുമ്പ് ഒരു പെൺകുട്ടി വന്ന് വണ്ടി വെച്ചിട്ട് പോയി, എന്നാൽ ഇതുവരെ തിരിച്ചെടുക്കാൻ വന്നില്ല എന്ന്. ആ വണ്ടിക്കുള്ളിൽ പരിശോധിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ലൈസൻസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നു. ആ പെൺകുട്ടിയുടെ പേര് മീര എന്നായിരുന്നു. അങ്ങനെ അഡ്രസ്സ് തേടി പോകുമ്പോൾ വാതിൽ തുറക്കുന്നതാകട്ടെ അതേ പെൺകുട്ടി തന്നെയായിരുന്നു. ഈ പെൺകുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയി എന്ന് പിച്ചക്കാരൻ പറഞ്ഞത്. ഇവളെങ്ങനെ ജീവനോട് ഇവിടെ നിൽക്കുമെന്ന് ഇവർക്ക് ഡൗട്ട് തോന്നുന്നു. എന്തായാലും അവരകത്തേക്ക് കയറി. വീട്ടിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അമ്മയും അച്ഛനും നാട്ടിലേക്ക് പോയി, ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് അവള് പറയുന്നത്. അവളെ കണ്ടതും ആ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, നീയല്ലേ അന്ന് വന്ന് നായക്കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പരാതി തന്നതെന്ന്. അതായത് ആ പിച്ചക്കാരൻ അവിടെ വന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ട് പോകാൻ നേരത്ത് ഈ പെൺകുട്ടി ആ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾക്കൊരു കോള് വന്ന് കട്ടായ ശേഷം ആ കോൺസ്റ്റബിൾ അവളോട് സംസാരിക്കുന്നുണ്ട് എന്തിനാ വന്നതെന്ന്. പെട്ടെന്ന് മീര എന്ന് പറഞ്ഞ പെൺകുട്ടി പറയുന്നത് തന്റെ നായക്കുട്ടിയെ കാണാനില്ല, അത് കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണെന്ന്. വെറുതെ നായക്കേസുമായിട്ട് ഇവിടെ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കോൺസ്റ്റബിൾ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. എന്നാൽ അവിടെയെല്ലാം പരിശോധിക്കുന്നതിൽ നിന്നും അരവിന്ദിന് മനസ്സിലാകുന്നുണ്ട് ഇവൾ ഒരു നായയും വളർത്തുന്നില്ല എന്നും അവൾ പറഞ്ഞത് കള്ളമാണെന്നും. തലേന്ന് രാത്രി എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മനോഹർ അരവിന്ദിനെ മുറിയിലേക്ക് വിളിക്കുന്നു. അവിടെ മനോഹർ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ചെന്ന് നോക്കി അരവിന്ദ് ഞെട്ടിപ്പോയി. ഈ പെൺകുട്ടിക്ക് ഒരു ഇരട്ട സഹോദരി കൂടിയുണ്ട്. ചുവരിലുണ്ടായിരുന്ന ചിത്രങ്ങളിൽ ട്വിൻ ബേർഡ്സ് എന്ന് പറയുന്ന ഒരു സ്കൂളിലെ ഫോട്ടോസും ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ട് അവര് ശരിക്കും ഷോക്കായി. കാരണം ഒരു സ്കൂളില് ഒരുപാട് ട്വിൻസ്, ആ ഫോട്ടോയില് 11 ട്വിൻസ് ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അരവിന്ദ് ആകട്ടെ നേരത്തെ ആംഗിൾ സർജറി ചെയ്ത ഒരാളെ കാണാൻ പോയിരുന്നില്ലേ, അയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ്. അന്ന് അരവിന്ദ് അവിടെ പോയി അയാളുടെ ഫോട്ടോസ് നോക്കുന്ന സമയത്ത് ഇതേ ട്വിൻ ബേർഡ്സ് സ്കൂളിലെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇയാളും ആ സ്കൂളിൽ പഠിച്ചതാണെന്ന് അരവിന്ദിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇയാളും ഇരട്ടകളായിരിക്കും. അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചു വന്ന സുധാകർ താനല്ല എന്നും അതെന്റെ സഹോദരനാണ്, എന്റെ പേര് സുരേന്ദ്രൻ എന്നാണെന്ന്. അതുപോലെ ആ ഭിക്ഷക്കാരൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ മീരയെ അന്വേഷിച്ചവർ ചെന്നപ്പോൾ മീരയായിട്ട് അവിടെ നിന്നിരുന്നത് മീരയുടെ സഹോദരി താരയായിരുന്നു. അതിനർത്ഥം അവർ കണ്ടെത്തിയ ബോഡികളിൽ ഒന്ന് സുധാകരന്റെയും ഒന്ന് മീരയുടേതുമാണ്. ആ കൊലപാതകങ്ങളുമായിട്ട് ഈ ഇരട്ടകൾക്ക് ഇനി എന്താണ് ബന്ധമെന്നാണ് പറയുന്നത്. മീര ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരാൻ വൈകിയപ്പോൾ താര അവളെ കോൾ ചെയ്യുന്നു. നോട്ട് റീച്ചബിൾ ആയിരുന്നു. ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണെന്ന് കരുതിയിട്ട് രാവിലെ വരെ അവൾ വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സുധാകരനെ വിളിച്ചിട്ട് കിട്ടാത്ത കാരണം സുരേന്ദ്രൻ രാവിലെ വരെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. രാവിലെയായിട്ടും ഇവർ തിരിച്ചെത്തിയില്ല. ആ സമയത്ത് ഇവർക്കൊരു വീഡിയോ കോൾ വരുന്നു. താര കാണുന്നത് മീരയെ ആരോ കെട്ടിയിട്ടിട്ട് ഉപദ്രവിക്കുന്നതായിട്ടാണ്. അതുപോലെ സുരേന്ദ്ര കാണുന്നത് സുധാകരനെ ആരോ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നതായിട്ടും. ഇത് നടക്കുന്നത് രണ്ടും വ്യത്യസ്ത ദിവസങ്ങളിലാണ്. ആ ഒരു ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ആ കില്ലർ അവരെ ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് വിളിക്കുന്നു. പണി തീരാത്തൊരു ബിൽഡിംഗിലേക്കായിരുന്നു ഇവരെ വിളിച്ചത്. പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ സഹോദരിയെ വെറുതെ വിടാമെന്ന് താരയോട് അയാൾ പറയുന്നു. എന്നാൽ താര പേടിച്ചിട്ട് പോലീസിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി. എന്നാൽ അത് മനസ്സിലാക്കിയ കില്ലറാകട്ടെ അവളെ വീണ്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അത് കാരണം പെട്ടെന്ന് അവൾ അവിടെ നിന്നും തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് കോൺസ്റ്റബിൾ അവളോട് കാര്യം തിരക്കുന്നതും അവളെ തന്റെ നായക്കുട്ടിയെ കാണാനില്ലാത്ത കാരണം കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാണെന്ന് കള്ളം പറയുന്നതും. ഈ കില്ലർ ഇവരെ വിളിച്ചു വരുത്തുന്നത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലേക്കായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബാക്കിലൂടെ വന്നിട്ട് ഷോക്ക് ഏൽപ്പിച്ച് ഇവരെ ബോധം കെടുത്തി. ബോധം വരുമ്പോൾ ഇവർ ഒഴിഞ്ഞൊരു ബിൽഡിംഗിലായിരുന്നു. അവിടെ റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഉള്ളിലുള്ളൊരു ടെന്റിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അവിടെ ഒരു ഗണ്ണിരിപ്പുണ്ട്, അതെടുത്ത് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തിയെ ഷൂട്ട് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. ഇവർ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യില്ല എന്ന് പറയുമ്പോൾ വീഡിയോ കോളിൽ വന്നിട്ട് ആ കില്ലറാകട്ടെ മീരയെ കൊല്ലുമെന്ന് പറഞ്ഞ് താരയെ ഭീഷണിപ്പെടുത്തുകയും സുധാകരനെ കൊല്ലുമെന്ന് പറഞ്ഞ് സുരേന്ദ്രനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. തങ്ങളുടെ ഇരട്ട സഹോദരിയെയും സഹോദരനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കില്ലർ പറഞ്ഞ പോലെ തന്നെ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തി ആരാണെന്ന് പോലും അറിയാതെ ഇവർ ഷൂട്ട് ചെയ്യുകയാണ്. കൊലപാതകം ചെയ്തു കഴിഞ്ഞപ്പോൾ വീഡിയോ കോളിലൂടെ തന്റെ സഹോദരിയെ ഉപദ്രവിക്കുന്നത് നിർത്തുന്നതായിട്ടും താര കാണുന്നുണ്ട്. അയാൾ പറഞ്ഞത് ചെയ്തു കഴിഞ്ഞ സ്ഥിതിക്ക് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും മീര വീട്ടിലെത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു താര. അതുപോലെ സുധാകരന് വേണ്ടിയിട്ട് സുരേന്ദ്രൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവരെ തേടിയെത്തിയത് ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയില് ആ കൊലയാളിയാകട്ടെ ഇവർ കൊന്ന ആൾക്കാരുടെ മുഖം കാണിക്കുന്നു. അത് കണ്ട് ഇവർ ശരിക്കും ഞെട്ടിപ്പോയി. താര കൊന്നത് മീരയും സുരേന്ദ്ര കൊന്നത് സുധാകരനെയുമാണ്. അതായത് തങ്ങളുടെ സഹോദരിയും സഹോദരനെയുമാണ് ഇവർ കൊന്നിരിക്കുന്നത്. ആ വീഡിയോ കോളിലൂടെ വന്നിട്ട് ആ ഒരു കില്ലർ ഇവരെ പറ്റിച്ചതായിരുന്നു. ഓൾറെഡി പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ വെച്ചിട്ടായിരുന്നു ഇവരെ പറ്റിച്ചത്. തങ്ങളുടെ മുന്നിലിരിക്കുന്നത് തങ്ങളുടെ സഹോദരനോ സഹോദരിയോ ആണെന്ന് അറിയാതെ അവരുടെ കൈകൊണ്ട് തന്നെ അവർ കൊന്നിരിക്കുന്നു.
വിഷമിക്കുന്നു. കുറ്റബോധവും വേദനയെല്ലാം തന്നെ അവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ സഹോദരനില്ലാത്ത ലോകത്ത് തനിക്കിനി ജീവിക്കണ്ടെന്ന് കരുതിയിട്ട് പലതവണ സുരേന്ദ്ര ആകട്ടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അച്ഛനെ ആലോചിച്ചിട്ടായിരുന്നു അയാൾ അതിൽ നിന്ന് പിന്മാറിയത്. ഇവർ രണ്ടുപേരുടെയും കഥ കേട്ട് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും പരസ്പരം ഒരുമിച്ചിരുത്തി അരവിന്ദ് സംസാരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോന്ന് ചോദിക്കുന്നു. കാരണം നിങ്ങൾ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് ട്വിൻ ബേർഡ്സ് എന്ന് പറയുന്ന സ്കൂളിലെ ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് തങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു എന്ന്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും കൊലയാളി എന്ന് അരവിന്ദ് പറയുന്നു. അവർ രണ്ടുപേരും ആ ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയിട്ട് പറയുന്നത് ഒരേ ഒരാളുടെ പേരായിരുന്നു, ബെഞ്ചമിൻ. അതിനിടയ്ക്ക് മനോഹർ ആകട്ടെ ഈ താരയുടെ ഫോൺ പരിശോധിച്ച് അതിലുള്ളൊരു ഫോട്ടോയുമായിട്ട് അരവിന്ദിന്റെ അടുത്തേക്ക് വരുന്നു. താരയുടെ കൂടെ സഞ്ജന നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു അത്. സഞ്ജനയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ താര പറയുന്നുണ്ട് ഈ പെൺകുട്ടിയും ഞങ്ങളുടെ കൂടെ ആ സ്കൂളിൽ പഠിച്ചതാണെന്ന്. എന്നിട്ട് ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ സഞ്ജനയും അവൾ കാണിച്ചു കൊടുക്കുന്നു. സഞ്ജനയ്ക്കും ഒരു ഇരട്ട സഹോദരിയുണ്ട്. അവളുടെ പേര് അഞ്ജന എന്നാണ്. അടുത്തിടെ അവളെ ഒരു മാളിൽ വെച്ച് കണ്ടപ്പെടുത്ത ഫോട്ടോയാണിത്. അവളുടെ അഡ്രസ്സ് തന്റെ കയ്യിലില്ല, കോൺടാക്ട് നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് താര പറയുന്നു. ശരിക്കും നിങ്ങളുടെ സ്കൂളിൽ എന്താണ് സംഭവിച്ചതെന്ന് അരവിന്ദ് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആ ബെഞ്ചമിനെ പറ്റിയുള്ള കഥകൾ പറയുന്നുണ്ട്. അതിപ്പോൾ എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. ഈ കേസ് സോൾവ് ആകുന്നിടം വരെ നിങ്ങൾ രണ്ടുപേരും ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്നും പിള്ളറിന് ഒരു രീതിയിലും സംശയം കൊടുക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരെയും വിട്ടയക്കുന്നു. അതിനിടയ്ക്ക് മനോഹർ ചോദിക്കുന്നുണ്ട്, അന്ന് ആംഗിൾ സർജറി ചെയ്തിട്ട് അത് പരിശോധിക്കാൻ വന്ന സമയത്ത് യഥാർത്ഥത്തിൽ സുധാകരന്റെ കാലിലല്ലേ ആ ഒരു പാട് വരേണ്ടത്, നിന്റെ കാലിൽ എങ്ങനെ പാട് വന്നെന്ന് ചോദിക്കുമ്പോൾ സുരേന്ദ്ര പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇരട്ടകളല്ലേ, അപ്പോൾ ഒരു കാര്യത്തിലും വ്യത്യസ്തത വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തന്നെയാണ് എന്റെ കാല് മുറിച്ച് അതുപോലൊരു പാടിട്ടതെന്ന് മനോഹർ അരവിന്ദിനോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് മരിച്ച 6 പേരും ഇവരുടെ തന്നെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. ബാക്കിയുള്ളവരെ രക്ഷിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അന്വേഷണം നടത്തേണ്ടത് ഈ ട്വിൻ ബേർഡ് സ്കൂളിലേക്കാണ്. അവർ നേരെ ആ സ്കൂൾ നടത്തിയിരുന്ന ശാന്തി എന്ന് പറയുന്ന ടീച്ചറിനെ കാണാൻ പോകുന്നുണ്ട്. ഇവിടെ നടന്ന 8 കൊലപാതകങ്ങളും ആ മരിച്ച വ്യക്തികളെല്ലാം തന്നെ ഇവരുടെ സ്കൂളിൽ പഠിച്ചതാണെന്നും അരവിന്ദൻ അവരോട് പറയുന്നു. പക്ഷെ ഇവരെല്ലാം കൊന്ന കൊലയാളിയും അതേ സ്കൂളില് അതേ ക്ലാസ്സിലെ തന്നെ വ്യക്തിയാണ്. ആ ക്ലാസ് ഫോട്ടോ കൂടി കാണിച്ചതോടെ ഇവരങ്ങോട്ട് ആ വ്യക്തിയുടെ പേര് പറയുന്നതിന് മുമ്പേ ആ ടീച്ചർ ഇങ്ങോട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട് അത് ബെഞ്ചമിൻ ആണോ എന്ന്. ഇനി ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഈ ശാന്തിയും അവരുടെ ഹസ്ബൻഡും ചേർന്നിട്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂൾ ആരംഭിച്ചു. എന്നാൽ യാദൃച്ഛികമായിട്ട് ആ സ്കൂളിലേക്ക് കുറച്ച് ട്വിൻസ് വന്നു. അതോടുകൂടി ആ സ്കൂള് വളരെയധികം ഫേമസ് ആകാൻ ആരംഭിച്ചു. 5-6 ട്വിൻസ് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. അതൊരു ബിസിനസ് ഐഡിയയ്ക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന് ഈ ശാന്തിയുടെ ഹസ്ബൻഡിന് തോന്നുകയും പിന്നീട് നഗരത്തിലുള്ള ഒരുപാട് ട്വിൻസിനെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തു. ട്വിൻസ് ഈ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ മാത്രം ഫീസ് തന്നാൽ മതിയെന്നും രണ്ടാമത്തെ കുട്ടിക്ക് തികച്ചും ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുമെന്നും ഇവർ പ്രഖ്യാപിച്ചതോടുകൂടി ആ നാട്ടിലെ മിക്ക ട്വിൻസിന്റെ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഈ സ്കൂളിൽ ചേർക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സ്കൂള് വളരെയധികം ഫേമസ് ആയി മാറുകയായിരുന്നു. അങ്ങനെയാണ് ഈ സ്കൂള് ട്വിൻ ബേർഡ് സ്കൂളായി മാറുന്നത്. ചെന്നൈയിൽ നടന്നൊരു ചെസ് ടൂർണമെന്റിൽ ഇവർ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഇവർ ആദ്യമായിട്ട് ബെഞ്ചമിനെ കാണുന്നത്. അന്ന് അവന്റെ കൂടെ അവന്റെ ഇരട്ട സഹോദരനായ ഫ്രാൻസിസും ഉണ്ടായിരുന്നു. അവിടെ നിന്നും തിരിച്ചെത്തിയ ശേഷം ശാന്തിയുടെ ഹസ്ബൻഡിന് തോന്നുന്നുണ്ട് ഈ 2 ട്വിൻസിനെയും തങ്ങളുടെ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സ്കൂളിന് വേണ്ടിയിട്ട് ബെഞ്ചമിൻ ഒരുപാട് മത്സരങ്ങൾ വിജയിക്കുകയും അത് സ്കൂളിന്റെ പ്രശസ്തിക്ക് കാരണമാവുകയും ചെയ്യും. അങ്ങനെ ഇവരെ രണ്ടുപേരെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ മാതാപിതാക്കളെ കാണാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവർ അനാഥരാണെന്ന്. ഒരു ആക്സിഡന്റിൽ ഇവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു. ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്താണ് ഇവർ ജീവിച്ചിരുന്നത്. അതിൽ ഫ്രാൻസിസിന് ചെറിയൊരു മെന്റൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ സ്കൂളിലേക്ക് വരാൻ ഇവരെ നിർബന്ധിച്ചെങ്കിലും ബെഞ്ചമിനും ഫ്രാൻസിസും അത് തടുത്തു. എന്നാൽ ഫ്രാൻസിസിന് നല്ലൊരു ഭാവി കിട്ടുമെന്ന് പറഞ്ഞതോടുകൂടി ബെഞ്ചമിൻ അതിന് സമ്മതിക്കുന്നു. താമസിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലെ തന്നെ ബോയ്സ് ഹോസ്റ്റലിൽ ഇവർക്ക് ഏർപ്പാടും ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർ കടന്നു. അവരവരുടെ ക്ലാസ്സിലെ എല്ലാ ട്വിൻസിനെയും പരിചയപ്പെടുന്നു. നിങ്ങളിൽ ആരാ ചേട്ടൻ ആരാ അനിയൻ എന്ന് ചോദിച്ചപ്പോൾ ശാന്തിയോട് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന്. പിന്നീട് അങ്ങോട്ട് ബെഞ്ചമിൻ ഒരുപാട് ചെസ് മത്സരങ്ങൾ വിജയിക്കുകയും സ്കൂളിന് ഒരുപാട് പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്തു. അതേസമയം ഫ്രാൻസിസ് ആകട്ടെ നല്ലപോലെ പഠിച്ച് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ തുടങ്ങി. ഈ 2 കുട്ടികളുടെയും കഴിവ് മറ്റുള്ള കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആകുമെന്ന് കരുതിയപ്പോൾ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും തെറ്റിച്ചുകൊണ്ട് ആ ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ ഇവരെ വെറുക്കാൻ ആരംഭിച്ചു. കാരണം ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കാരണം മറ്റു കുട്ടികളോട് ഇവരെ കണ്ടുപഠിക്കാൻ എല്ലാവരും പറയാൻ തുടങ്ങി. അത് ആ കുട്ടികൾക്കെല്ലാം തന്നെ ബെഞ്ചമിനോടും ഫ്രാൻസിസിനോടും ദേഷ്യം തോന്നാൻ കാരണമായി. അന്ന് PTA മീറ്റിംഗിന്റെ അന്ന് തങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുവരാനില്ലാത്ത കാരണം ബെഞ്ചമിൻ ഫ്രാൻസിസിന്റെ പേരന്റായിട്ടും ഫ്രാൻസിസ് ബെഞ്ചമിന്റെ പേരന്റായിട്ടും വന്ന് അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇവരുടെ ഈ സ്നേഹവും കരുതലും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ശാന്തിക്ക് ശരിക്കും ഇവരോട് ഒരുപാട് ഇഷ്ടം തോന്നാൻ തുടങ്ങിയിരുന്നു. മാത്രമല്ല ഇവർ നല്ല ഗ്രേഡ് വാങ്ങിച്ച് മത്സരങ്ങളിലൊക്കെ വിജയിച്ച് സ്കൂളിന് ഒരുപാട് പ്രശസ്തി കൊടുക്കുന്നത് കാരണം അന്ന് PTA മീറ്റിംഗിന് വന്ന ബാക്കി എല്ലാ രക്ഷകർത്താക്കളും തങ്ങളുടെ കുട്ടികളെ വഴക്ക് പറയാൻ തുടങ്ങി. ഇവരെ കണ്ടു പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇത്രയും കാലം ടീച്ചേഴ്സിന്റെ വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്വന്തം അച്ഛനമ്മമാര് കൂടി ഇവരെ കണ്ടുപഠിക്കാൻ പറഞ്ഞതോടുകൂടി ആ കുട്ടികൾക്ക് ബെഞ്ചമിനോടും ഫ്രാൻസിസിനോടുമുള്ള ദേഷ്യം ഇരട്ടിയായി മാറി. ചെറിയ മെന്റൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ള ഫ്രാൻസിസിനെ ഒരു ദിവസം കുട്ടികളെല്ലാം ചേർന്നിട്ട് നീ ഭ്രാന്തനാണെന്നും നിനക്ക് മെന്റൽ ആണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. ബെഞ്ചമിൻ വന്ന് നോക്കുമ്പോൾ ഫ്രാൻസിസ് പൊട്ടിക്കരയുന്നതാണ് കാണുന്നത്. ഇവൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്നൊന്നും
സംസാരിക്കുന്നത് മറ്റു കുട്ടികൾ കണ്ട് അതോടുകൂടിയാണ് എല്ലാവരും ഇവനെ മെന്റലാണെന്ന് പറയാൻ തുടങ്ങിയത്. ഫ്രാൻസിസിനെ കരയിപ്പിച്ച ആ കുട്ടികളുമായിട്ട് ബെഞ്ചമിൻ വഴക്കിടുകയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിനിടയിൽ ഇവർക്ക് എല്ലാവർക്കും പരിക്ക് പറ്റുകയും ചെയ്യുന്നു. വഴക്കുണ്ടാക്കിയതിന് ബെഞ്ചമിന് പണിഷ്മെന്റ് കിട്ടി. അന്ന് ക്ലാസ്സിന് പുറത്തിരുത്തി അവനെ കണ്ട് ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഫ്രാൻസിസ് ആയിരുന്നു. അങ്ങനെയിരിക്കെ ഡൽഹിയിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ചെസ് ടൂർണമെന്റിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചമിനെ അവർ പറഞ്ഞുവിടാൻ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ശാന്തിയായിരുന്നു ബെഞ്ചമിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ശാന്തിയും നാഷണൽ ലെവലിൽ ചെസ് കളിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ക്ലാസ് കഴിഞ്ഞെന്നും ബെഞ്ചമിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം തന്നെ അവൻ ശാന്തിയുടെ മുന്നിൽ തോറ്റു. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ചെസ് കോമ്പറ്റീഷനിൽ പോയി വിജയിക്കാൻ സാധിക്കില്ല എന്നും നിന്റെ പെർഫോമൻസ് വളരെ മോശമാണ്, നിന്നെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എന്തായാലും തോൽക്കുമെന്ന് ശാന്തി പറയുന്നു. എന്നാൽ ബെഞ്ചമിൻ പറയുന്നുണ്ട് എനിക്ക് ഒരു ചാൻസ് കൂടി തരാൻ. ലാസ്റ്റ് ചാൻസ് ശാന്തി കൊടുക്കുന്നു. ആ ഒരു കളിയിൽ അവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ബെഞ്ചമിൻ വിജയിക്കുന്നു. കരുക്കൾ നീക്കിയ സമയത്ത് ശാന്തിക്ക് മനസ്സിലായില്ല. പക്ഷേ അവൻ ചെക്ക്മേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ശാന്തിക്ക് ഒരു കാര്യം മനസ്സിലായത്. എല്ലാവർക്കും ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ടാകും. എന്നാൽ ബെഞ്ചമിനെ സംബന്ധിച്ച് ഒരു പ്ലാൻ സി കൂടിയുണ്ട്. അവൻ ഒരേ സമയം തന്നെ തന്റെ 3 പ്ലാനും മുന്നിലേക്ക് വെക്കും. അതിനനുസരിച്ച് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കും. കളി അവസാനിച്ചു കഴിഞ്ഞിട്ടേ അവന്റെ പ്ലാനുകൾ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകൂ. ഇത്രയും നന്നായിട്ട് കളിക്കുന്ന നീ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം എന്റെ കൂടെ തോറ്റോന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. അമ്മയുടെ കൂടെ ആരും ജയിക്കാൻ ശ്രമിക്കില്ല. അമ്മയെ തോൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മ ജയിച്ചു കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് മനഃപൂർവ്വം അവൻ തോറ്റുകൊടുക്കുകയായിരുന്നു. തന്നെ അമ്മയെ പോലെ കാണുന്ന ബെഞ്ചമിനെ ശാന്തി കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് പെട്ടെന്ന് കറണ്ട് പോയി. ആ നിമിഷം ബെഞ്ചമിൻ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അവൻ നേരെ പോകുന്നത് ഫ്രാൻസിസിന്റെ അടുത്തേക്കായിരുന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്ന ഫ്രാൻസിസ് അലറിക്കരയാൻ തുടങ്ങി. അവൻ ഇരുട്ട് പേടിയാണ്. ഒരു നിമിഷം പോലും അവൻ ഇരുട്ടത്ത് ഒറ്റയ്ക്കിരിക്കാൻ സാധിക്കില്ല. ബെഞ്ചമിൻ വന്ന് അവനെ ആശ്വസിപ്പിച്ച് വെളിച്ചം കൊണ്ടുവരുമ്പോഴാണ് അവനൊന്ന് ശാന്തനാകുന്നത്. ഇരുട്ടിനോടുള്ള അവന്റെ ഈ പേടിയായിരുന്നു അവന്റെ മെന്റൽ ഇഷ്യൂസിനെല്ലാം തന്നെ കാരണവും. അങ്ങനെ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് ബെഞ്ചമിൻ പോയി. ഫ്രാൻസിസ് ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ നിൽക്കുമെന്നുള്ള പേടി ബെഞ്ചമിൻ ഉണ്ടായിരുന്നു. ഫ്രാൻസിസിനെ താൻ നല്ലപോലെ നോക്കിക്കൊള്ളാമെന്ന് ശാന്തി ഉറപ്പ് കൊടുക്കുന്നു. ഫ്രാൻസിസും ക്ലാസ്മേറ്റ്സും തമ്മിലുള്ള ഇഷ്യൂ എല്ലാം തന്നെ അന്നേ തീർന്നു എന്നാണ് ശാന്തി വിചാരിച്ചിരുന്നത്. എന്നാൽ ബെഞ്ചമിൻ ഇല്ലാതെ ഫ്രാൻസിസിനെ ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ആ കുട്ടികള്. ബെഞ്ചമിനോടുണ്ടായിരുന്ന ദേഷ്യം എല്ലാം തന്നെ അവർ ഫ്രാൻസിസിനോട് തീർത്തു. അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പക്ഷെ ഇവനിതൊന്നും തന്നെ ആരോടും കംപ്ലൈന്റ് ചെയ്തില്ല. കാരണം ബെഞ്ചമിൻ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബെഞ്ചമിൻ ഇവരുമായിട്ട് വഴക്കുണ്ടാക്കുകയും അത് ബെഞ്ചമിന് പണിഷ്മെന്റ് കിട്ടാൻ കാരണമാവുകയും ചെയ്യുമെന്നുള്ള പേടി ഫ്രാൻസിസിനുണ്ടായിരുന്നു. ടൂർണമെന്റ് വിജയിച്ച് ബെഞ്ചമിൻ ട്രോഫിയുമായിട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഫ്രാൻസിസ് ആയിരുന്നു. അത്രയും ദിവസം ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഫ്രാൻസിസ് ബെഞ്ചമിനോട് പറഞ്ഞില്ല. അങ്ങനെയിരിക്കും ഒരു ദിവസം അവർ രണ്ടുപേരും ശാന്തിയോട് വന്ന് പറയുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ ജന്മദിനമാണെന്ന്. ശാന്തി അവരെ വിഷ് ചെയ്ത് ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചു. അന്ന് അവരുടെ ലാബ് ഡേ ആയിരുന്നു. ട്വിൻസിൽ ഒരാൾ ഫിസിക്സ് ലാബിലേക്കും മറ്റേയാൾ കെമിസ്ട്രി ലാബിലേക്കും പോയി. ബെഞ്ചമിൻ ഫിസിക്സ് ലാബിലായിരുന്നു, ഫ്രാൻസിസ് കെമിസ്ട്രി ലാബിലും. എന്റെ ടീച്ചേഴ്സ് ലാബിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇരുട്ടവന് പേടിയാണെന്നും ഇരുട്ടത്തുനിന്ന് നിലവിളിച്ചപ്പോൾ ശാന്തി ടീച്ചർ പോലും പേടിച്ചു പോയെന്നൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ബാക്കിലൂടെ വന്ന ഒരു പയ്യനാകട്ടെ ഇത് കേൾക്കുന്നുണ്ട്. ആ അവസരം മുതലെടുത്ത് അവനാകട്ടെ നേരെ കെമിസ്ട്രി ലാബിലേക്ക് പോയിട്ട് തന്റെ കൂട്ടുകാരോട് ഫ്രാൻസിസിന്റെ ഈ പേടിയെ പറ്റി പറയുന്നു. ഫ്രാൻസിസ് ലാബിലേക്ക് എത്തിയതും അവരാകട്ടെ അവിടുത്തെ സ്വിച്ചുകളെല്ലാം ഓഫാക്കി വാതിലകത്തു നിന്ന് പൂട്ടുന്നു. ഇരുട്ടായതും ഫ്രാൻസിസ് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഇവർ ലൈറ്റ് ഇട്ടതുമില്ല, ആ വാതിൽ തുറന്നതുമില്ല. അവൻ വല്ലാതെ പാനിക്കായി താഴേക്ക് വീഴുന്നു. അവന്റെ നിലവിളി കേട്ടിട്ട് ബെഞ്ചമിൻ അവിടേക്ക് ഓടിയെത്തിയെങ്കിലും ആരും വാതിൽ തുറന്നില്ല. കരഞ്ഞുകൊണ്ട് പലതവണ അവൻ അഭ്യർത്ഥിച്ചു ആ വാതിലൊന്ന് തുറക്കാൻ. എന്നാൽ ഫ്രാൻസിസിന്റെ ബോധം പോയ ശേഷമാണ് ആ കുട്ടികൾ വാതിൽ തുറന്നത്. പക്ഷെ അപ്പോഴേക്കും പേടിച്ച് പാനിക് അറ്റാക്ക് വന്ന് അവൻ മരണപ്പെട്ടിരുന്നു. ഫ്രാൻസിസിന്റെ മരണം ബെഞ്ചമിനെ ആകെ തകർത്തു. കുട്ടികളാണ് ഇതിന്റെ പിന്നിലെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്കൂളിന് വരെ ചീത്തപ്പേരാകുമെന്നും പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ അത് സ്കൂളിന്റെ ഇമേജിനെ ബാധിക്കുമെന്നും ശാന്തിയുടെ ഹസ്ബൻഡിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ ഇതൊന്നും പുറത്തുവിട്ടില്ല. അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഫ്രാൻസിസിനെ പിരിഞ്ഞുപോയ ദുഃഖത്തില് ബെഞ്ചമിൻ ആകെ തകർന്നിരുന്നു. 3 ദിവസത്തോളം അവൻ ഫ്രാൻസിസിന്റെ കല്ലറയുടെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞു. 3 ദിവസത്തിന് ശേഷം അവൻ സ്കൂളിലേക്ക് തിരിച്ചെത്തി. എന്നാൽ ഒറ്റയ്ക്ക് ആ ബെഞ്ചിലിരിക്കാൻ അവന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്രാൻസിസ് ഇല്ലാത്ത അവന്റെ ജീവിതം അവനെ വല്ലാതെ തകർത്തു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അവന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അവിടുത്തെ മഠത്തിലെ മദർ ആകട്ടെ ശാന്തിയുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് അവനെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, തൽക്കാലം അവനിപ്പോ വേണ്ടത് ഈ സ്കൂളിൽ നിന്ന് ഒരു ചേഞ്ച് ആണെന്ന്. എന്നാൽ ശാന്തിക്ക് ബെഞ്ചമിനെ വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. മകനെ പോലെയായിരുന്നല്ലോ അവർ സ്നേഹിച്ചിരുന്നത്. എന്നാൽ ശാന്തിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇനി അവനെ ഇവിടെ നിർത്താത്തത് തന്നെയാണ് നല്ലതെന്ന്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബെഞ്ചമിൻ കേട്ടതുകൊണ്ട് അവനും ഒട്ടും തന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ആ മദറിന്റെ കൂടെ അവൻ അവിടെ നിന്നും പോയി. അന്ന് അവിടെ നിന്നും പോകുമ്പോഴായിരുന്നു ബെഞ്ചമിനെ അവസാനമായിട്ട് ശാന്തി കണ്ടത്. അവനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും അവരോട് പറയരുതെന്ന് അവൻ മദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം സ്കൂളിൽ നടന്ന ഒരു ഫയർ ആക്സിഡന്റിൽ ആ കെട്ടിടം മുഴുവൻ കത്തി നശിച്ചുപോയി. അന്നോടെ ആ സ്കൂൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വഴിയുണ്ടോന്ന് ചോദിക്കുമ്പോൾ പഴയ അഡ്മിഷൻ രജിസ്റ്റർ എടുത്തുകൊണ്ടുവന്ന് അവർ കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങളെല്ലാം തന്നെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. 11 ട്വിൻസ് ആയിരുന്നു ആ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 8 ട്വിൻസിൽ ഓരോരുത്തരും മരിച്ചിരിക്കുന്നു. ഇനി ബാക്കി 2 ജോഡി ട്വിൻസ് ആണുള്ളത്. അവരിൽ 2 പേര് ഇനി മരിക്കാൻ ചാൻസ് ഉണ്ട്. അവരെങ്കിലും രക്ഷിക്കണമെന്നായിരുന്നു അരവിന്ദന്റെ മനസ്സിൽ. സ്കൂള് നഷ്ടപ്പെട്ടതോടുകൂടി ശാന്തിയുടെ ഹസ്ബൻഡ് ഓവറായിട്ട് മദ്യപിച്ച് മരണപ്പെടുകയും ചെയ്തു. ബെഞ്ചമിനെ കുറിച്ച് അവസാനമായിട്ട് ശാന്തിക്ക് അറിയാൻ കഴിഞ്ഞത് അവനെ ആരോ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നാണ്. അവനെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അരവിന്ദ് പറയുന്നുണ്ട് കോടതിക്ക്
വിട്ടുകൊടുക്കുകയുള്ളൂ, അവൻ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന്. ആ അഡ്മിഷൻ രജിസ്റ്ററും മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം തന്നെ നോക്കിക്കഴിയുമ്പോൾ അരവിന്ദനൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഫ്രാൻസിസിനെ ഈ കുട്ടികളെല്ലാം ചേർന്ന് കൊന്നത് അവന്റെ ജന്മദിനത്തിലായിരുന്നു. അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ബെഞ്ചമിൻ ശരിക്കും ഇവരെ എല്ലാവരെയും അവരുടെ ജന്മദിനത്തിലാണ് കൊല്ലുന്നത്. തന്റെ സഹോദരനെ നഷ്ടപ്പെട്ട ദുഃഖം താൻ അറിഞ്ഞ പോലെ ഇരട്ടകളിൽ ഒരാളെ നഷ്ടപ്പെട്ട ദുഃഖം മറ്റേയാൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇരട്ടകളിൽ ഒരാളെ വെച്ച് ബെഞ്ചമിൻ കൊന്നുകൊണ്ടിരുന്നത്. ഇനി ആ കൂട്ടത്തിൽ ബാക്കിയുള്ള 2 ട്വിൻസ് ആയിരുന്നു സഞ്ജനയും അഞ്ജനയും, ധീരനും ധീരജും. അഡ്രസ് കണ്ടെത്തി അരവിന്ദ് നേരെ സഞ്ജനയുടെ വീട്ടിലേക്ക് പോകുന്നു. വാതിൽ തുറന്നത് അഞ്ജനയായിരുന്നു. അയാളെ കണ്ടപ്പോഴേ പറയുന്നുണ്ട് താൻ അഞ്ജനയാണെന്നും സഞ്ജന നിങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അവൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നും. തന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അരവിന്ദ് തന്നെ തേടി വന്നതാണെന്ന് കരുതിയിട്ട് സഞ്ജന ഓടി വരുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെയില്ല, ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്, പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന്. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സഞ്ജനയ്ക്കും അഞ്ജനയ്ക്കും അവരുടെ വീട്ടുകാർക്കും അരവിന്ദ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്, ഇവിടെ നിന്നും സേഫ് ആയിട്ട് മാറി നിൽക്കണം. അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അരവിന്ദ് നേരെ പോകുന്നത് മനോഹറിന്റെ വീട്ടിലേക്കാണ്. അവിടെ അവർ സേഫ് ആയിരിക്കുമെന്ന് അരവിന്ദിന് ഉറപ്പായിരുന്നു. മനോഹർ അരവിന്ദിനോട് പറയുന്നുണ്ട് വിക്ടിംസിനെ കുറിച്ച് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് പോലും രജിസ്റ്റർ ആയിട്ടില്ല എന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ എല്ലാ കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. പക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ വന്നത് അവരുടെ തന്നെ ട്വിൻ സഹോദരനോ സഹോദരിയായിരുന്നു. അവരുടെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ടതിനാൽ കേസ് അവരുടെ നേരെ വരുമെന്ന് പേടിച്ചിട്ട് അവരെല്ലാം തന്നെ ആ ബോഡി മനഃപൂർവ്വം ഐഡന്റിഫൈ ചെയ്യാതിരുന്നതാണ്. അവരങ്ങനെ തന്നെ ചെയ്യുമെന്ന് ആ കൊലയാളിക്കും അറിയാമായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ആ കൊലയാളി അവരിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ച് ഇവരെ എല്ലാം തന്നെ ഭീഷണിപ്പെടുത്തിയതും. ഇനി ആ കൂട്ടത്തിൽ മരണപ്പെടാൻ ചാൻസ് ഉള്ളത് ധീരൻ ധീരജ് എന്ന് പറയുന്ന ട്വിൻസിലെ ഒരാളാണ്. അവരുടെ അഡ്രസ്സ് തേടി അരവിന്ദ് പോകുമ്പോൾ അവരുടെ അഡ്രസ്സിൽ അവരുണ്ടായിരുന്നില്ല. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇവരിവിടെ നിന്ന് താമസം മാറിയെന്നാണ് അറിവ് കിട്ടിയത്. ആ പയ്യന്മാരുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അവർ അടുത്തുള്ള ഒരു മാർക്കറ്റിലാണ് ഒരു കടയിട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി അരവിന്ദ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ധീരനും ധീരജും ഇപ്പൊ എവിടെയാണെന്ന് അവർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ ഇതുവഴി വരാറുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇനി വരികയാണെങ്കിൽ എന്നെ വിവരം അറിയിക്കണമെന്ന് അരവിന്ദ് പറയുന്നു. പക്ഷെ പിറ്റേന്ന് വീണ്ടും ഒരു ബോഡി കൂടി കണ്ടെടുക്കുന്നു. അതിനർത്ഥം ധീരൻ ധീരജ് എന്ന് പറയുന്ന ആ 2 പേരിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഈ മരണപ്പെട്ടത് ധീരനാണോ ധീരജാണോ എന്ന് എങ്ങനെ കണ്ടെത്തുമെന്ന് കമ്മീഷണർ ചോദിക്കുമ്പോൾ അരവിന്ദ് പറയുന്നുണ്ട് മരണപ്പെട്ടത് ധീരനാണെന്ന്. അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നല്ലേ? ഇതുവരെ മരണപ്പെട്ടവരുടെ എല്ലാം തന്നെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഫ്രാൻസിസ് മരണപ്പെട്ട സമയത്ത് ഫിസിക്സ് ലാബിൽ ഉണ്ടായിരുന്നവരാണ്. ഫ്രാൻസിസിനെ കൊല്ലാൻ കൂട്ടുനിന്നത് കെമിസ്ട്രി ലാബിലുള്ളവരും. കെമിസ്ട്രി ലാബിലുള്ള ആൾക്കാരോട് പകരം വീട്ടുകയായിരുന്നു ബെഞ്ചമിന്റെ ലക്ഷ്യം. അതിനവൻ അവരെ കൊല്ലുകയല്ല ചെയ്തത്, അവരുടെ സഹോദരനെയോ സഹോദരിയോ കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ തന്റെ ടിൻ സഹോദരനെയോ സഹോദരിയോ നഷ്ടപ്പെട്ട ദുഃഖം ഇവരറിയണം. അതായിരുന്നു ബെഞ്ചമിൻ ഫ്രാൻസിസിനെ കൊന്നവർക്ക് കൊടുത്തിരുന്ന പണിഷ്മെന്റ്. അന്ന് ഫ്രാൻസിസിന്റെ കൂടെ കെമിസ്ട്രി ലാബിൽ ഉണ്ടായിരുന്നത് ധീരജായിരുന്നു. അവനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്സ് ലാബിൽ ഉണ്ടായിരുന്ന ധീരനെയാണ് ബെഞ്ചമിൻ കൊന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് കമ്മീഷണർ പറയുന്നുണ്ട് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന രഞ്ജിത്താകട്ടെ റിക്കവറായി വീട്ടിലെത്തിയിട്ടുണ്ട്, നീ അയാളെ ഒന്ന് പോയി കാണാൻ. ഈ കേസിനെ പറ്റി എന്തോ അയാൾക്ക് നിന്നോട് പറയാനുണ്ട്. അങ്ങനെ അരവിന്ദ് പോയി രഞ്ജിത്തിനെ കാണുമ്പോൾ രഞ്ജിത്ത് അന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നു. തന്റെ ഇത് ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല. അന്ന് രാത്രി എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, ഒരിടത്ത് ഒരു ബോഡി കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്. ആ ബോഡി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ആ കൊലയാളി എന്നെ ആക്രമിക്കാൻ വന്നു. അയാൾ കാറിൽ എന്നെ ചേസ് ചെയ്ത് വരുന്നതിനിടയ്ക്ക് എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയപ്പോഴാണ് എന്റെ വണ്ടി ആക്സിഡന്റ് ആയത്. അതെല്ലാം തന്നെ അയാൾ മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷേ ഇതിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ജീവന് വേണ്ടി മല്ലടിച്ചുകൊണ്ടിരുന്ന രഞ്ജിത്തിനെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പോയതും ആ കൊലയാളിയായ ബെഞ്ചമിൻ തന്നെയാണ്. അത് കേട്ട് അരവിന്ദ് ഞെട്ടി. എന്നെ അയാൾ രക്ഷിക്കാൻ നോക്കിയതിന്റെ പിന്നിൽ എന്ത് റീസൺ ആണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരിക്കാം അയാൾ. എന്താണെങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് രഞ്ജിത്ത് അരവിന്ദിനോട് പറയുന്നു. അവിടെ നിന്നും പോകാൻ നേരത്ത് അരവിന്ദിന് ശാന്തിയുടെ കോള് വരുന്നുണ്ട്. എല്ലാ വർഷവും ഫ്രാൻസിസിന്റെ മരണ ദിവസം ഇവർ കല്ലറയിൽ പൂവെക്കാൻ പോകുമായിരുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ അവിടെ മറ്റൊരു പൂവ് ആരോ വെച്ചിട്ടുണ്ട്. അത് ബെഞ്ചമിൻ ആണെന്ന് ശാന്തിക്കറിയാം. അതുപോലെ നാളെ ഫ്രാൻസിസിന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ്. ഉറപ്പായും ബെഞ്ചമിൻ അവിടെ കല്ലറയിൽ പൂവയ്ക്കാൻ വരും. അത് മനസ്സിലാക്കിയ അരവിന്ദാകട്ടെ അന്ന് അർദ്ധരാത്രി 12 മണി തൊട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അരവിന്ദ് നോക്കിയിരിക്കെ തന്നെ ശാന്തി പറഞ്ഞ പ്രകാരം ബെഞ്ചമിൻ പൂക്കളുമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിലൂടെ അരവിന്ദ് വന്ന് തോക്കു ചൂണ്ടിയിട്ട് അനങ്ങരുതെന്ന് പറയുന്നു. ആ സമയത്ത് ബെഞ്ചമിന്റെ മുഖം നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് ട്വിസ്റ്റ്. അത് വേറെ ആരുമായിരുന്നില്ല, അത് നമ്മുടെ മനോഹറായിരുന്നു. എന്നാൽ അയാൾ ഒന്നും മിണ്ടാതെ തന്നെ പെട്ടെന്ന് അരവിന്ദിനെ ആക്രമിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. ഫേസ് മറച്ചു വെച്ചിരുന്നത് കൊണ്ട് തന്നെ അരവിന്ദ് മനോഹറിന്റെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറെ നേരം ചേസ് ചെയ്ത് അവസാനം അയാളുടെ കൺമുന്നിൽ നിന്നും മനോഹർ രക്ഷപ്പെട്ടു പോയി. കുറച്ചുനേരം കഴിഞ്ഞിട്ട് അരവിന്ദ് നേരെ മനോഹറിന്റെ വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് ബെഞ്ചമിനെ നമ്മൾ അന്വേഷിക്കുന്ന വിവരം അവൻ എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഞ്ജനയും സഞ്ജനയും ഇവിടെ നിന്നും മാറ്റണമെന്ന്. ഡോറ് തുറന്നു കൊടുത്ത മനോഹർ ഒന്നും മിണ്ടാതെ അത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. സഞ്ജനയും അഞ്ജനയും വിളിക്കാൻ അകത്തേക്ക് പോയ അരവിന്ദ് കാണുന്നത് മനോഹർ അവരെ 2 പേരെയും കെട്ടിയിട്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് ബാക്കിൽ നിന്നും മനോഹറാകട്ടെ അരവിന്ദിന്റെ തലക്കടിക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും അഞ്ജനയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അരവിന്ദിന് ബോധം തിരിച്ചു കിട്ടുമ്പോൾ അവിടെ സഞ്ജന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ സഞ്ജനയും കൂട്ടി എത്രയും പെട്ടെന്ന് മനോഹറിനെയും അഞ്ജനയും തേടി പോകുന്നുണ്ട്. മനോഹർ തന്നെയാണ് ബെഞ്ചമിനെങ്കിൽ നേരത്തെ ചോദ്യം ചെയ്ത
ചെയ്ത സുരേന്ദ്രനും താരയും പറഞ്ഞ പ്രകാരം ഈ കൊലകളൊക്കെ ഒഴിഞ്ഞ ബിൽഡിംഗിൽ വെച്ചാണ് നടത്തുന്നത്. അവിടെ അടുത്തുള്ള ഒരു ഒഴിഞ്ഞ ബിൽഡിംഗ് തേടി ഇവർ പോകുന്നു. സഞ്ജനയോട് സേഫായിട്ട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് അരവിന്ദ് അവിടെ എല്ലാം തന്നെ പരിശോധിക്കുന്നു. അവിടെ വെച്ച് അയാൾ മനോഹറിനെ കാണുന്നുണ്ട്. മനോഹറിന്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അരവിന്ദ് നിൽക്കുന്നു. അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മനോഹർ ആകട്ടെ ആ തോക്ക് തട്ടി മാറ്റിയിട്ട് അരവിന്ദുമായിട്ട് ഫൈറ്റിൽ ഏർപ്പെടുകയാണ്. ആ സമയത്ത് സഞ്ജനയാകട്ടെ അഞ്ജനെ തേടി താഴെയെല്ലാം നടക്കുന്നു. അവിടെ വീണ് കിടക്കുന്ന തോക്കെടുക്കാൻ മനോഹർ ഓടുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവിടേക്ക് ഒരു വണ്ടി വരുന്നതും. കുറച്ചു കഴിയുമ്പോൾ അരവിന്ദ് ആകട്ടെ സഞ്ജനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ബെഞ്ചമിൻ അഞ്ജനെ കൊല്ലാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ വിട്ടുകഴിഞ്ഞാൽ അഞ്ജനെ അവൻ കൊല്ലും. അതുകൊണ്ട് ഈ ഗണ്ണ് ഉപയോഗിച്ച് അവനെ ഷൂട്ട് ചെയ്യാൻ. ലിഫ്റ്റിന് നേരെ ഗണ്ണും ചൂണ്ടി നിൽക്കുകയായിരുന്നു സഞ്ജന. ലിഫ്റ്റ് തുറന്നതും അതിലേക്കൊന്നും നോക്കുപോലും ചെയ്യാതെ അവൾ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അവളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അഞ്ജനയായിരുന്നു. സ്വന്തം കൈകൊണ്ട് തന്നെ അവൾ അഞ്ജനയെ കൊന്നിരിക്കുന്നു. ആ ടൈമില് അവിടേക്ക് വന്ന ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് രഞ്ജിത്താണ്. അയാൾ അവിടേക്ക് വരുമ്പോ ആകെ തകർന്ന അവസ്ഥയിൽ മനോഹർ നടന്നു വരുന്നതാണ് കാണിക്കുന്നത്. മനോഹറിനോട് അയാൾ ചോദിക്കുന്നുണ്ട് ബെഞ്ചമിൻ എവിടെയെന്ന്. ശരിക്കും ഇവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇത്രയും നേരം ബെഞ്ചമിൻ ആണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന മനോഹർ യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ അല്ല. യഥാർത്ഥ ബെഞ്ചമിൻ ഈ മൂവിയിലെ നായകനായ ഈ പോലീസ് ഓഫീസർ അരവിന്ദ് തന്നെയായിരുന്നു. അരവിന്ദ് ചിരിച്ചുകൊണ്ട് രഞ്ജിത്തിന്റെ മുന്നിൽ കീഴടങ്ങുന്നു. അങ്ങനെ അരവിന്ദ് എന്ന പേര് സ്വീകരിച്ച ബെഞ്ചമിനെ രഞ്ജിത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇയാൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു. താൻ അനുഭവിച്ച വേദനയെല്ലാം തന്നെ അവരും അനുഭവിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാം തന്നെ ഇരട്ട സഹോദരനെയോ സഹോദരിയോ ബെഞ്ചമിൻ കൊന്നത്. എന്നാൽ ഇവരെ കൊന്നുകഴിഞ്ഞാൽ പോലീസ് അന്വേഷണം വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് IAS കിട്ടിയ ഞാൻ IPS തന്നെ എടുത്തത്. എന്നിട്ട് ഇവരെല്ലാം കൊന്നുകഴിഞ്ഞിട്ട് ആ അന്വേഷണത്തിന്റെ ചുമതല എനിക്ക് തന്നെ വാങ്ങിച്ചെടുക്കണമായിരുന്നു. ഫ്രാൻസിസിന്റെ കൊലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അന്വേഷിച്ച് കണ്ടെത്തി. എന്നാൽ അതിൽ സഞ്ജന, അഞ്ജന, ധീരൻ, ധീരജ് ഇവരെ പറ്റി എത്ര അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ല. അവരുടെ ഡീറ്റെയിൽസ് ഉള്ളത് ട്വിൻ ബേർഡ് സ്കൂളിലാണ്. അവിടേക്ക് അന്വേഷണം എത്തിയെങ്കിലേ പറ്റൂ. കേസ് തന്റെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആദ്യം കൊല ചെയ്ത ബോഡി തന്റെ ജൂറി സെക്ഷനിൽ തന്നെ വരുന്നെടുത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്തു. എന്നാൽ ആ കേസ് നിർഭാഗ്യവശാൽ അരവിന്ദിന്റെ കയ്യിലേക്ക് എത്തിയില്ല. അതിന്റെ അന്വേഷണം രഞ്ജിത്തിനാണ് കിട്ടിയത്. പിന്നെ നടന്ന 5-6 കൊലപാതകങ്ങളുടെ അന്വേഷണം മുഴുവൻ രഞ്ജിത്തിന് കിട്ടി. രഞ്ജിത്തിനെ കൊണ്ട് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് അരവിന്ദിന് അറിയാമായിരുന്നു. പക്ഷെ അടുത്ത കൊല അത് സുധാകറിന്റേതായിരുന്നു. സുധാകറിന്റെ കാലിലുള്ള പ്ലേറ്റ് വെച്ചിട്ട് ഉറപ്പായിട്ടും രഞ്ജിത്തിന് ഈ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ അരവിന്ദാകട്ടെ ആ കേസിൽ നിന്ന് രഞ്ജിത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. അന്ന് രഞ്ജിത്തിന് വന്ന കോള് ചെയ്തതും അരവിന്ദ് തന്നെയാണ്. ആ കാറിൽ വന്ന് അയാളെ ആക്സിഡന്റ് ആക്കിയതിന്റെ പിന്നിലും ഇയാള് തന്നെയായിരുന്നു. രഞ്ജിത്ത് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലായതോടുകൂടി ആ കേസ് അന്വേഷണം അരവിന്ദ് വിചാരിച്ച പോലെ അയാളുടെ കയ്യിലെത്തി. അങ്ങനെ സ്കൂളിലെത്തി അവിടെ നിന്ന് അഡ്രസ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ധീരൻ, ധീരജ് എന്ന് പറയുന്നവരുടെ അഡ്രസ് എടുത്ത് അതിൽ ധീരനെ കൊന്നു. എല്ലാം കറക്റ്റ് ആയിട്ട് പോയപ്പോൾ ഞാൻ ചെയ്തൊരു മണ്ടത്തരം, നിന്നെ ഞാൻ നിസ്സാരക്കാരനായിട്ട് കണ്ടു. എന്റെ മേൽ സംശയം തോന്നിയ നീയാകട്ടെ എന്റെ പിറകെ ആളെ വിട്ടു. രഞ്ജിത്ത് ഓൾറെഡി തന്നെ അരവിന്ദിന്റെ പിറകെ തന്റെ ഒരു അനുയായിയെ വിട്ടിട്ടുണ്ടായിരുന്നു. രഞ്ജിത്തിന്റെ ആ സംശയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അരവിന്ദ് അടുത്ത കളി കളിച്ചു. അതിനയാൾ മനോഹറിനെ ഈ കളിയിലേക്ക് കൊണ്ടുവരുന്നു. മനോഹറിന്റെ മകനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മനഃപൂർവ്വം അരവിന്ദ് തന്നെയാണ് മനോഹറിനോട് പറഞ്ഞത് ഫ്രാൻസിസിന്റെ കല്ലറയിൽ കൊണ്ടുപോയി പൂവയ്ക്കാനും അഞ്ജനെ അവിടെ നിന്നും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാനും. ഇതെല്ലാം രഞ്ജിത്തിന് തന്റെ മേലുള്ള സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ടും നീ എന്നെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് അരവിന്ദ് രഞ്ജിത്തിനോട് ചോദിക്കുമ്പോൾ രഞ്ജിത്ത് പറയുന്നുണ്ട്, അന്ന് എന്നെ ആക്സിഡന്റ് ആക്കിയ ശേഷം പാതിബോധത്തിൽ നീ എന്നെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നിന്റെ കാറിലിരുന്ന ലൈറ്ററും സിഗരറ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ലൈറ്റർ തന്നെയാണ് അന്ന് നീ എന്നെ കാണാൻ വന്ന സമയത്തും ഉപയോഗിച്ചിരുന്നത്. അതിലൂടെ എനിക്ക് നിന്റെ മേൽ സംശയങ്ങൾ തോന്നി. നിന്നെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. ചെന്നൈയിലെ ഓർഫനേജിൽ നിന്നും നിന്റെ അച്ഛനും അമ്മയും ദത്തെടുത്തുകൊണ്ട് പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അരവിന്ദ് ഇല്ലാത്ത സമയത്ത് അയാളുടെ വീട് പോയി രഞ്ജിത്ത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ സാധനങ്ങളും 2 എണ്ണം ഉണ്ടായിരുന്നു, ഇരട്ടകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ. ഫ്രാൻസിസിന്റെ ഓർമ്മകൾ സൂക്ഷിക്കാനും ഫ്രാൻസിസ് തന്റെ കൂടെ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കാനുമായിരുന്നു ബെഞ്ചമിന് ഇഷ്ടം. അതുകൊണ്ടാണ് അയാൾ അതെല്ലാം തന്നെ അങ്ങനെ കീപ്പ് ചെയ്തത്. മാത്രമല്ല ഇവരുടെ ഫോട്ടോസും ഇവരുടെ പഴയ ബാഗും എല്ലാം തന്നെ ആ റൂമിൽ നിന്നും രഞ്ജിത്ത് കണ്ടെടുത്തു. അതോടെയാണ് അരവിന്ദ് തന്നെയാണ് ബെഞ്ചമിൻ എന്ന് രഞ്ജിത്ത് ഉറപ്പാക്കിയത്. അങ്ങനെ ഇത്രയും ആൾക്കാരെ കൊന്ന അരവിന്ദ് എന്ന ബെഞ്ചമിന് കോടതി വധശിക്ഷ വിധിക്കുകയാണ്. അയാൾ ജയിലിലായി. എന്നാൽ ഫ്രാൻസിസ് മരിച്ചതിന്റെ അന്ന് തന്നെ ഞാൻ മനസ്സുകൊണ്ട് മരിച്ചു എന്നാണ് ബെഞ്ചമിൻ പറയുന്നത്. അതുകൊണ്ട് ആ വധശിക്ഷയൊന്നും അയാൾക്ക് ഒന്നുമായിരുന്നില്ല. അങ്ങനെ പ്രസ് കോൺഫറൻസ് എല്ലാം കഴിഞ്ഞ ശേഷം മനോഹറിനോട് രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട്, 9th വിക്ടിമായ ആ ധീരന്റെ സഹോദരൻ ധീരജിനെ പറ്റി എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന്. അയാൾ മാത്രം ബോഡി ഐഡന്റിഫൈ ചെയ്യാനൊന്നും വന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് താഴേക്ക് പോകുമ്പോ ഒരാളാകട്ടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നുണ്ട്. അറിയാതെ ഇവരെ ഇടിക്കുന്നു. ഇയാളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, മൂവിയുടെ തുടക്കത്തിൽ ആ ഫിനാൻസ് കമ്പനിയിൽ റോബർ നടത്താൻ ശ്രമിച്ച അതേ വ്യക്തി തന്നെയാണ്. ഈ ജയിലിലായിരുന്നില്ലേ, നീ എപ്പോഴാ പുറത്തിറങ്ങിയെന്ന് രഞ്ജിത്ത് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനല്ല അത് ചെയ്തത്, അതെന്റെ സഹോദരനാണെന്ന്. അവന്റെ പേര് ധീരൻ എന്നും എന്റെ പേര് ധീരജ് എന്നുമാണ്. ധീരൻ ഇപ്പോൾ ജയിലിലാണുള്ളത്. ഇത് കേട്ടതും രഞ്ജിത്തും മനോഹറും ഞെട്ടി. അതായത് ആ ട്വിൻ ബേർഡ് സ്കൂളിൽ പഠിച്ചിരുന്ന ബെഞ്ചമിൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ധീരനും ധീരജും ഇവരായിരുന്നു. അപ്പോൾ ധീരൻ ഇതുവരെയും മരിച്ചിട്ടില്ല. ധീരനാണെന്ന് പറഞ്ഞിട്ട് ബെഞ്ചമിൻ കൊണ്ടിട്ടിരുന്ന ബോഡി മറ്റാരുടേതോ ആണ്. ധീരൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് ജയിലിലാണ്. അതേ ജയിലിലേക്ക് തന്നെയാണ് ബെഞ്ചമിൻ പോയിരിക്കുന്നത്. പെട്ടെന്ന് ജയിലിലേക്ക് എത്തുന്നു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ധീരനെ ബെഞ്ചമിൻ കൊന്നിട്ടുണ്ട്.
കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശാന്തി പറഞ്ഞ കാര്യങ്ങൾ മനോഹറിന് ഓർമ്മ വരുന്നത്. ബെഞ്ചമിൻ എപ്പോഴും ചെസ് കളിക്കുമ്പോൾ പ്ലാൻ എയും ബിയും സിയും വെച്ചിരിക്കും. ഒരേ സമയം തന്നെ അവൻ എല്ലാ പ്ലാനുകളും മുന്നോട്ട് നീക്കും. കളി കഴിഞ്ഞു കഴിയുമ്പോഴേ എതിരാളിക്ക് അവന്റെ പ്ലാനിങ് എന്തായിരുന്നു എന്ന് മനസ്സിലാകൂ. അതിൽ മൂന്നാമത്തെ പ്ലാൻ ഇതായിരുന്നു. ഇനിയാണ് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ധീരനെയും ധീരജിനെയും അന്വേഷിച്ച് ആ മാർക്കറ്റിൽ പോയ സമയത്ത് അവനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുവാണെങ്കിൽ തന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ അവിടെ നിന്ന് പോകാൻ നേരം അവിടെ നിന്നിരുന്ന ആൾക്കാർ എന്തൊക്കെയോ സംസാരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. തിരിഞ്ഞു വന്ന് വീണ്ടും ധീരനെയും ധീരജിനെ പറ്റി ചോദിക്കുമ്പോഴാണ് അവര് പറയുന്നത്, സാർ എന്തിനാണ് അവനെ പറ്റി അന്വേഷിക്കുന്നത്, സാർ തന്നെയല്ലേ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയെന്ന്. അപ്പോഴാണ് അരവിന്ദ് മനസ്സിലാക്കുന്നത് റോബറി കേസിൽ താൻ അറസ്റ്റ് ചെയ്ത അതേ ധീരൻ തന്നെയാണ് താൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ധീരനെന്ന്. താൻ ജയിലിൽ എത്തണമെങ്കിൽ ഈ കേസിൽ താൻ പിടിക്കപ്പെടണം. അതിനുവേണ്ടിട്ട് രഞ്ജിത്തിനെ അരവിന്ദ് ഉപയോഗിക്കുകയായിരുന്നു. ഒരു ചെറിയ വല വിരിച്ചതാ, അതിനകത്ത് രഞ്ജിത്ത് വീണു. അതായത് അന്ന് രഞ്ജിത്തിനെ അബോധാവസ്ഥയിൽ കൊണ്ടുപോകുന്ന സമയത്ത് തന്റെ കാറിൽ വെച്ചിട്ട് അവൻ ആ ലൈറ്ററും സിഗരറ്റും കാണാൻ സാധ്യതയുണ്ടെന്ന് അരവിന്ദിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ ലൈറ്ററും സിഗരറ്റും എടുത്ത് ആ ടേബിളിന്റെ മുകളിലേക്ക് വെച്ചതാണ്. അത് കണ്ടപ്പോൾ അവന്റെ മുഖഭാവം മാറുന്നത് അരവിന്ദ് മനസ്സിലാക്കി. അരവിന്ദ് മനഃപൂർവ്വം തന്നിലേക്ക് രഞ്ജിത്തിന്റെ സംശയം കൊണ്ടുവരികയായിരുന്നു. ബാക്കിയെല്ലാം തന്നെ അരവിന്ദന്റെ പ്ലാനിംഗ് ആയിരുന്നു. പ്ലാൻ ചെയ്ത പ്രകാരം രഞ്ജിത്ത് ഇയാളെ കണ്ടെത്തുകയും കറക്റ്റ് സമയത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. താൻ വിചാരിച്ച പോലെ ജയിലിലെത്തി ധീരനെയും കൊന്നു. ധീരനാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇയാൾ കത്തിച്ച ആ ഒരു ബോഡി ഒരു അനാഥ ജഡത്തിന്റേതായിരുന്നു. ബെഞ്ചമിനെ സംബന്ധിച്ച് എല്ലാ പകയും അയാൾ വീട്ടിൽ കഴിഞ്ഞു. അയാൾ മനോഹറിനോട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയില്ലാതെ വളർന്ന എന്റെ ദുഃഖം ഒരിക്കലും നിന്റെ മകൻ അറിയാൻ പാടില്ല എന്ന്. എന്റെ ഹൃദയം നിനക്കുള്ളതാണ്. ഹേർട്ടിന് പ്രശ്നമുള്ള മനോഹർ അതിന്റെ സർജറി ചെയ്യാൻ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് ബെഞ്ചമിൻ സ്വന്തം ഹൃദയം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മൂവിയുടെ തുടക്കത്തിൽ അയാൾ പിടികൂടിയെന്ന് കാണിച്ച ആ ഡ്രഗ്സ് എടുത്ത് അയാൾ കഴിക്കുന്നു. ഓവർഡോസ് ആയി കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അവിടെ വെച്ച് ബെഞ്ചമിൻ മരിക്കുകയാണ്. ഫ്രാൻസിസ് ഇല്ലാത്ത ഈ ലോകത്ത് ബെഞ്ചമിനും ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അങ്ങനെ മരണത്തിലെങ്കിലും ഫ്രാൻസിസിന്റെ കൂടെ ഒന്നിക്കണമെന്ന് ബെഞ്ചമിൻ ആഗ്രഹമുണ്ടായിരുന്നു. തന്റെ അവസാനത്തെ ആഗ്രഹം ബെഞ്ചമിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിസിന്റെ അടുത്ത് തന്നെ തനിക്ക് ഒരു കല്ലറ വേണം. അവൻ ഇരുട്ട് പേടിയാണ്, അതുകൊണ്ട് അവന് കൂട്ടായിട്ട് എന്നും ഞാൻ അവിടെ ഉണ്ടാകും. ബെഞ്ചമിന്റെ ഹൃദയം കിട്ടിയ മനോഹറാകട്ടെ ശസ്ത്രക്രിയക്കെല്ലാം ശേഷം ഇവർ രണ്ടുപേരുടെയും കല്ലറയിൽ പൂക്കൾ വെക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.